എല്ലാവർക്കും നമസ്കാരം. PSC സാധാരണഗതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചോദിക്കാറുണ്ട്. ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്, ഏതാണ് റോങ് സ്പെല്ലിംഗ് എന്നൊക്കെ. അതല്ലാതെ തന്നെ നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില സ്പെല്ലിങ്സ് ഓർത്തു വെക്കാനുള്ള ട്രിക്ക് പോലെ ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോയിൽ ശ്രമിക്കുന്നത്. നിങ്ങൾ PSC പരീക്ഷയ്ക്ക് എന്തായാലും ഉപയോഗപ്പെടുന്നു വിചാരിക്കുന്നു. കാരണം അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്പെല്ലിംഗ് അക്കോമഡേറ്റ് എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് ആണ്. അക്കോമഡേറ്റിൽ 2 എമ്മും 2 സിയും ഉണ്ട് എന്ന് ഓർത്ത് വെക്കണം. സാധാരണഗതിയിൽ എഴുതുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ എഴുതാൻ എളുപ്പമാണ്, പക്ഷേ ആ വാക്ക് ആലോചിച്ച് എഴുതുമ്പോൾ അക്കോമഡേറ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും തെറ്റ് വരാനുള്ളത് 2 എം ഉണ്ടോ എന്നല്ല 2 സി ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കണം. കാരണം ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് എഴുതാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയിട്ട് ആ സ്പെല്ലിംഗ് എഴുതി വിടാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ 2 സിയും 2 എമ്മും ഉണ്ട് അക്കോമഡേറ്റിൽ. ACCO MMO DATE, അതാണ് അക്കോമഡേറ്റ് എന്ന് പറഞ്ഞ സ്പെല്ലിംഗ്. രണ്ടാമത്തേത് എക്വയർ എഴുതുമ്പോൾ ഒരു കാര്യം വെച്ചാൽ സി വിട്ട് കളയുന്നൊരു ടെൻഡൻസി. സി ഇല്ലാതെ എക്വയർ എന്നുള്ള AQUIRE എന്ന് മാത്രം എഴുതാൻ. എക്വയറിന് സി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. സി വിട്ട് കളയരുത്. 3 അപ്പാരൻ്റ്ലി എന്നൊക്കെ കേട്ടില്ലേ? അപ്പാരൻ്റ്, അതിൽ 2 P ഉണ്ട്. അപ്പാരൻ്റ് APP, പാരൻ്റ് എന്ന സ്പെല്ലിംഗ് ആലോചിച്ചാൽ മതി. PARENT, അതിൻ്റെ കൂടെ എയും പിയും. അപ്പോൾ 2 P ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പാരൻ്റ്. 4 കലണ്ടർ. ഏറ്റവും കൂടുതൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു വേർഡിലാണ്. കലണ്ടർ എന്ന് പറയുന്നത് കലൻഡാർ എന്നാണ്, അല്ലാണ്ട് ER അല്ല. CALENDER അല്ല, കലണ്ടർ എന്നാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്. ആ പ്രൊണൗൺസിയേഷനിൽ ശരിക്കും തെറ്റാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അവസാനം DER ചേർക്കലാണ്. അവസാനം DER അല്ല, AR ആണ്. കലൻഡാർ എന്നാണ്, കലണ്ടർ എന്നല്ല. അപ്പോൾ പൊതുവേ നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് എഴുതുമ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. കലണ്ടറിൻ്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ നോക്കാം. CALENDAR ആണ്, ER അല്ല. 5 കൊളീഗ് എന്ന് എഴുതുമ്പോൾ നമുക്ക് പൊതുവേ ഉള്ളൊരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ 2 L എന്നുള്ള സ്ഥലത്ത് 1 L മാത്രം എഴുതലാണ്. COLLEAGUE ആണ് കൊളീഗ്. 6ാമത്തേത് കൺസെൻസസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് കൺസെൻസസ്. പക്ഷേ ഈ പ്രൊണൗൺസിയേഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സെൻസസ് എന്ന് പറഞ്ഞ വേർഡ് അറിയാം. CENSOSSUS ആണ് സെൻസസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺസെൻസസും അങ്ങനെയാണ് എന്നൊരു ഫീലിംഗ് വരും. അതായത് എസ്സിന് പകരം സി എഴുതാനുള്ള ഒരു ടെൻഡൻസി. കാരണം സെൻസസ് എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് നമുക്കറിയാമല്ലോ. പക്ഷേ കോൺസെൻസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൺസെൻസസ് എന്ന് പറയുന്ന ഈ വേർഡ് എഗ്രിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന വേർഡാണ്. അതിന് സി അല്ല, എസ് ആണ്. 7 ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ വേർഡാണ്. ഇതൊരു ഫ്രഞ്ച് വേർഡാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമുക്ക് പ്രൊണൗൺസിയേഷൻ പോലെ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ENTREPRENEUR ആണ്. ഇതിൽ എ ഇല്ല. ഓൺട്രപ്രണർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ്റെ സമയത്ത് എ ഉണ്ടാവാൻ ഉള്ള നമുക്ക് തന്നെ തോന്നുമോ എ ഉണ്ടോ ആ സ്പെല്ലിങ്ങിൽ നിന്ന്? ഓൺട്രപ്രണർ അത് എ ഇല്ല, ഇ മാത്രമേ ഉള്ളൂ. ENTREPRENEUR ഓൺട്രപ്രണർ. 8 എക്സ്പീരിയൻസിലും എ ഇല്ല. എക്സ്പീരിയൻസിൻ്റെ അവസാന ഭാഗത്ത് ഒരു എ ചേർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. EXPERIENCE ആണ്, ANCE അല്ല. എക്സ്പീരിയൻസ് എ ഇല്ല. 9 റെഫറൻസ്. ഇതിലും എ ഇല്ല. റെഫറൻസ് എന്ന് വായിച്ചു നോക്കുമ്പോൾ ചില സമയത്ത് 2 R ചേർക്കാനുള്ള ടെൻഡൻസി. REFE അങ്ങനെ. റെഫറൻസ് അല്ല, റെഫറൻസ് ആണ്. അപ്പോൾ ഒന്നിനും ശക്തിയില്ല. REFERENCE എല്ലാം ഇ ആണ്, എ ഇല്ല. ഫുൾഫിൽ ഒരു കൺഫ്യൂസിങ് വാക്കാണ്. ഫുൾഫിൽ എന്ന് പറയുന്നത് FULFILL ആണ്. ഇതിൽ അവസാനം 2 L ഉണ്ട്, മറക്കണ്ട. ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ FULL എന്ന് എഴുതുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട് എഴുതാൻ. FULFIL എന്നുള്ളത്, അല്ലെങ്കിൽ FULFIL എന്ന് മാത്രം എഴുതുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ടെൻഡൻസിയാണ് അങ്ങനെ എഴുതാൻ. കാരണം നമ്മൾ ആ പ്രൊണൗൺസിയേഷൻ വെച്ച് എഴുതി പോകും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ ഇപ്പോൾ. ഇല്ലെങ്കിൽ ചില ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഓട്ടോ കറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാറില്ല. പക്ഷേ PSC ചോദിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് ചെക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ വിച്ച് ഈസ് ദ റോങ് സ്പെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ഒരു സെഷൻ ഉണ്ടാക്കിയത്. 10 വേർഡ്സ്: ഫുൾഫിൽ, റെഫറൻസ്, എക്സ്പീരിയൻസ്, ഓൺട്രപ്രണർ, കൺസെൻസസ്, കൊളീഗ്, കലണ്ടർ, അപ്പാരൻ്റ്, എക്വയർ, അക്കോമഡേറ്റ്. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.